പൊഴുതനയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി റവന്യൂ, പോലീസ് വകുപ്പുകൾ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. എന്നാൽ സമരക്കാർ ഒഴിഞ്ഞില്ല. കൂടാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് അച്ചൂർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള സമരക്കാരുടെ ശ്രമം പോലീസ് തടഞ്ഞത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. ആദിവാസി ക്ഷേമ സമിതി, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭൂസമരം നടക്കുന്നത്. പെരുങ്കോടയിൽ 54 കുടുംബങ്ങളാണ് കഴിഞ്ഞ 1.5 വർഷമായി സമരരംഗത്തുള്ളത്. മരിച്ചു വീണാലും സമരഭൂമിയിൽ തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. അവർക്ക് അവകാശമില്ലാത്തൊരു ഭൂമിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടാണ് ഈ വിധി സമ്പാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അപ്പീൽ പോകണം. അപ്പീൽ പോകാൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഈ സമരഭൂമിയിൽ നിന്ന് ആരെയും ഇറക്കിവിടാൻ വേണ്ടി അനുവദിക്കുന്നതല്ല. മാത്രമല്ല, ഒന്നുകിൽ ആ ഭൂമിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ആ ഭൂമിയിൽ മരിച്ചു വീഴുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഹാരിസൺസ് മലയാളം ഭൂമികളിലെ കയ്യേറ്റമൊഴിപ്പിച്ച് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ ഒഴിപ്പിക്കൽ തുടങ്ങിയത്. അരപ്പറ്റയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കുടിയൊഴിപ്പിക്കൽ ശ്രമം സമരക്കാർ എതിർത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് ചർച്ചകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ഹൈക്കോടതി വിധി നടപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. മീഡിയ 1, വയനാട്.